നമുക്ക് റിവേറ്റിൽ ഒരു മോഡലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് 5 ടൂൾസാണ്. ഈ 5 ടൂൾസും അതുപോലെ തന്നെ ഇതിൻ്റെ റെഫറൻസ് പ്ലെയിനും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഏത് മോഡലും ഏത് ടൈപ്പിലുള്ള മോഡലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വോയിഡ് ഫോംസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മോഡലിംഗ് ക്രിയേറ്റ് ചെയ്തതിന് അതിൻ്റെ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സിലിണ്ടർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വോയിഡ് ഫോം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ഹോൾ ഇടണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോയിഡ് ഫോംസ് ഉപയോഗിക്കുന്നത്. ഈ ലെസണിൽ ഞാൻ ഈ 5 ടൂൾസിനെ പറ്റിയാണ് പറയുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ റെഫറൻസ് പ്ലെയിനും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നമ്മുടെ ലെസണിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ന്യൂ ഫാമിലി ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 റെഫറൻസ് പ്ലെയിൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ റൈറ്റ് വ്യൂ എന്ന് നോക്കാം. റൈറ്റ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു റെഫറൻസ് പ്ലെയിൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത് റെഫറൻസ് ലെവലാണ്, ഇത് 0 എന്ന ലെവലാണ്. ഇതിപ്പോൾ നമ്മൾ ഏതൊരു ബിൽഡിംഗ് വരയ്ക്കുമ്പോഴും അതിൻ്റെ 0 ലെവൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മളൊരു വാളൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ ലെവലിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലോറൊക്കെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ താഴോട്ടായിരിക്കും പോകുന്നത്, മൈനസ് ആയിരിക്കും. ഇനി ഇതിനെ നമുക്ക് ഈ റെഫറൻസ് പ്ലെയിനെ നമുക്ക് 3D വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ 3D ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റെഫറൻസ് പ്ലെയിൻ കാണാൻ പറ്റില്ല. ഈ 3D വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വേറൊരു ന്യൂ ഫാമിലി ഓപ്പൺ ചെയ്യുകയാണ്. ലെസൺ 1 എന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ റെഫറൻസ് പ്ലെയിൻസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് റെഫറൻസ് പ്ലെയിൻ അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ റെഫറൻസ് ലെവലിൽ പോയി കഴിഞ്ഞാൽ റെഫറൻസ് ലെവൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്രീൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ റെഫറൻസ് പ്ലെയിനായിട്ട് കാണുന്നത്. നമ്മൾ മറ്റൊന്ന് നോക്കുമ്പോഴും ഇത് റെഫറൻസ് പ്ലെയിനാണ്. ഇനി നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ക്രിയേറ്റിൽ പോയിട്ട് നമ്മളൊരു എക്സ്ട്രൂഷൻ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ എക്സ്ട്രൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ലെവൽ സെറ്റ് ചെയ്യാണ്. ലെവൽ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ ലെവൽ കിടക്കുന്നത് ഞാൻ വേറൊരു റെഫറൻസ് പ്ലെയിൻ വരച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ റെഫറൻസ് പ്ലെയിൻ എ നടക്കുന്നത്. സാധാരണ നമ്മളത് ഇല്ല എന്നുണ്ടെങ്കിൽ കിടക്കുന്നത് റെഫറൻസ് ലെവൽ എന്നായിരിക്കും കിടക്കുന്നത്. നമ്മൾ ഓക്കെ അടിച്ചു. ഇനി നമ്മളിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള നമ്മളൊരു എക്സ്ട്രൂഷൻ ചെയ്യുകയാണ്. നമ്മളിതിനെ ക്ലിക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലുള്ള എക്സ്ട്രൂഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ അടിച്ചു. ഇനി നമുക്ക് 3D വ്യൂ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഗ്രീൻ എന്ന കളർ, ഇത് താഴത്തെ ഫ്ലോർ ലെവലാണിത്. നമുക്ക് റൈറ്റ് വ്യൂവിൽ നോക്കാം. ഈ റെഫറൻസ് ലെവലിലാണ് ഈ സാധനം നമ്മളിപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നേരത്തെ എ എന്നൊരു റെഫറൻസ് പ്ലെയിൻ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. എ എന്നൊരു റെഫറൻസ് പ്ലെയിൻ ഞാൻ നേരത്തെ വരച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ റൈറ്റ് വ്യൂ, ഇപ്പോൾ റൈറ്റ് വ്യൂവിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളൊരു എക്സ്ട്രൂഷൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒന്ന് ഹോറിസോണ്ടലും ഒന്ന് വെർട്ടിക്കലുമായിട്ടുള്ള നമുക്ക് എക്സ്ട്രൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പ്ലെയിനിൽ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലെയിനിൽ വരയ്ക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ റെഫറൻസ് ലെവൽ ഒന്നുകൂടി എടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഈ ലെവലിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിനെ ക്രിയേറ്റ് ഒന്നുകൂടി കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രൂഷൻ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം നമ്മൾ ഈ സെറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നെയിം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പിക്ക് എ പ്ലെയിൻ കൊടുക്കാം. നമുക്ക് പിക്ക് എ പ്ലെയിൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ചു. അതിനുശേഷം നമ്മൾ ഈ ലൈൻ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നോക്കൊണ്ട് ബാക്ക് ഫ്രണ്ട് അത് ഏതായാലും നമുക്ക് കുഴപ്പമില്ല. ബാക്ക് ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു എക്സ്ട്രൂഷൻ വരയ്ക്കുകയാണ്. ഈ 3 ഷേപ്പിൽ നമുക്ക് 3 സ്ഥലത്ത് നമുക്ക് റെഫറൻസ് ലെവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, മോഡലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം.
ഇനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റെഫറൻസ് പ്ലെയിനിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഷൻ നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് എക്സ്ട്രൂഷൻ. ഇനി നമ്മൾ സെറ്റ് ചെയ്യാണ്. ഇതിനകത്ത് നമ്മൾ സെറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു റെഫറൻസ് ലെവൽ 1 ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്ട്രൂഷൻ വരച്ചു. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു റെഫറൻസ് പ്ലെയിനിലാണ് നമുക്ക് വരച്ചിരിക്കുന്നത്. ഈ റെഫറൻസ് പ്ലെയിനിലാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഏതൊരു റെഫറൻസ് പ്ലെയിനും നമ്മൾ പുതിയ റെഫറൻസ് പ്ലെയിൻ നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഫറൻസ് പ്ലെയിൻ അല്ലാതെ നമുക്ക് ഈ ഒരു ഫേസ് നമുക്ക് വേണ്ടി റെഫറൻസ് പ്ലെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് എക്സ്ട്രൂഷൻ നമുക്ക് മനസ്സിലായി. ഇനി നമുക്കൊരു ബ്ലെൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ ബ്ലെൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്ലെൻഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ സർഫസ് റെഫറൻസ് പ്ലെയിൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ. അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ പിക്ക് ലൈൻ കൊടുക്കുകയാണ്. എഡിറ്റ് ടോപ്പ് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇടാ. ഇപ്പോൾ നമുക്ക് നമ്മൾ വരച്ച ഷാഫ്റ്റിൻ്റെ മുകളിൽ നമുക്കൊരു വേറൊരു എക്സ്ട്രൂഷൻ ബ്ലെൻഡ് എന്നുള്ള ടൂൾ ഉപയോഗിച്ച് നമ്മൾ വരച്ചു. ഇനിയിപ്പോൾ അടുത്ത ടൂൾ എന്ന് പറഞ്ഞാൽ റിവോൾവ് ആണ്. റിവോൾവിന് നമുക്ക് റൈറ്റ് വ്യൂ എടുക്കാം. റൈറ്റ് വ്യൂവിൽ നമ്മളൊരു ഷേപ്പ് വരയ്ക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ റിവോൾവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഔട്ട്സൈഡ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്ത് അതിനെ ഫുൾ ഒരു 360 ഡിഗ്രിയിൽ അത് ഫോം ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത്. അതിന് നമുക്ക് റെഫറൻസ് ലെവൽ നമ്മളിപ്പോൾ റൈറ്റ് വ്യൂവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ റിവോൾവ് ക്ലിക്ക് ചെയ്യാണ്. റിവോൾവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ വരയ്ക്കുകയാണ്. ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ച് ഒരു ഷേപ്പ് ഏതെങ്കിലും ഷേപ്പ് നമ്മൾ വരയ്ക്കാം കേട്ടോ. ഞാൻ ഒരു അളവൊന്നുമില്ലാതെ ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമ്മുടെ അത് ഔട്ട്സൈഡാണ്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡാണ്. ഇപ്പോൾ ഈ ഒരു പോർഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹോളായിട്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇനി നമുക്ക് ഇതിനെ ഒരു ആക്സിസ് ലൈൻ ക്ലിക്ക് ചെയ്യണം. ആക്സിസ് ലൈൻ നമ്മൾ വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് പിക്ക് ലൈൻ കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് പിക്ക് ലൈൻ കൊടുത്തു. പക്ഷേ നമ്മൾ ഓക്കെ അടിച്ചു. ഇപ്പോൾ ഈ ഷേപ്പിലുള്ള ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ആ സമയം നമുക്ക് ഇതിനെ നമുക്കൊന്ന് മാറ്റിയിടാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ചെയ്തതിന് ശേഷം നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ഈ ഷേപ്പിലുള്ള ഒരു മോഡലിംഗ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സ്വീപ്പാണ്. സ്വീപ്പ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്ത് കാണിച്ചു കൊടുത്തിട്ട് ആ പാത്തിലൂടെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഷേപ്പ്, അതായത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഫറൻസ് ലെവലിൽ തന്നെ കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനെ റെഫറൻസ് പ്ലെയിൻ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ സ്കെച്ച് പാത്ത് കൊടുക്കാം. പാത്ത് നമ്മൾ സ്കെച്ച് ചെയ്യണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് സ്കെച്ച് പാത്ത് ചെയ്യാം. വേണമെങ്കിൽ ഒരു ആർക്ക് കൂടി കൊടുക്കാം നമുക്ക്. ഓക്കെ അടിച്ച്
നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ വേണമെങ്കിൽ നമുക്ക് പ്രൊഫൈൽ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഡ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അത് കൊടുക്കാം. ഇത് നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഏത് വ്യൂവിലാണ് ഇവിടെ നിന്ന് നമുക്ക് വരയ്ക്കാനാണ് എളുപ്പം. ഓപ്പൺ വ്യൂ എടുത്തു. ഇവിടെ നമ്മൾ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. നമുക്ക് ഒരു പെൻറ്റഗൺ കൊടുക്കാം, ഹെക്സാഗൺ കൊടുക്കാം. ഓക്കെ അടിക്കാം. വീണ്ടും ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വരച്ചിട്ടേക്കുന്ന ഇതിൻ്റെ ചുറ്റും നമുക്ക് ഒരു ഷേപ്പ് കൊടുക്കണം എന്ന് വരിക. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു എന്താ പറയുക, ഒരു ക്രിയേറ്റ് ചെയ്യാം. ഒരു എക്സ്പ്രഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. എവിടെയാണ് ഇതിന് ചുറ്റും നമുക്കൊരു സ്വീപ്പ് കൊടുക്കണം വരുക. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം, സ്വീപ്പ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ പിക്ക് എ പാത്ത് കൊടുക്കാം. പിക്ക് എ പാത്തിട്ട് ഈ പാത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇന്നാൾ നമ്മൾ പിക്ക് ചെയ്തു. ഓക്കെ അടിക്കാം. നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. നമ്മളൊരു ഷേപ്പ് വരയ്ക്കാണ്. ലൈനെടുത്ത് നമുക്ക് 3D വ്യൂ നോക്കാം. അതാ ഈ ഷേപ്പിൽ ഒരു നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്കൊരു സ്വീപ്പ് ബ്ലെൻഡ് ഉണ്ട്. നമുക്കത് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അടുത്തത് നമുക്ക് സ്വീപ്പ് ബ്ലെൻഡാണ്. ഈ സ്വീപ്പ് ബ്ലെൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഈ ബ്ലെൻഡ് എന്നുള്ളത് പോലെ തന്നെയാണ് സ്വീപ്പ് ബ്ലെൻഡ്. സ്വീപ്പ് ബ്ലെൻഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്ത് കൊടുക്കുന്ന വ്യത്യാസമുള്ളൂ. നമ്മൾ സ്വീപ്പ് ബ്ലെൻഡ് എടുത്തു. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലെവൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഏലടക്കണേ. നമുക്കൊരു പാത്ത് വരയ്ക്കാം. സ്കെച്ച് പാത്ത് കൊടുക്കാം. സ്കെച്ച് പാത്ത് കൊടുത്തിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ലൈൻ വരച്ച് അതിനുശേഷം നമ്മൾ ഓക്കെ അടിച്ചു. പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് പ്രൊഫൈൽ എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ വ്യൂ ചെയ്തു. അതിനുശേഷം നമ്മളൊരു പെൻറ്റഗൺ തന്നെ വരയ്ക്കുകയാണ്, ഹെക്സാഗൺ വരയ്ക്കുകയാണ്. വരച്ചു, ഓക്കെ അടിച്ചു. നമുക്ക് സെക്കൻഡ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു വേറൊരു ഹെക്സാഗൺ വരയ്ക്കുകയാണ്. അത് നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഓക്കെ അടിച്ചു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പാത്ത് അനുസരിച്ച് ഇത് ബ്ലെൻഡ് ആവും. ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൂൾസ്. ഇനി നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വോയിഡ് ടൂൾസ് ഉണ്ട്. ഈ വോയിഡ് ടൂൾസും ഈ ടൂൾസും സെയിം ആണ്. പക്ഷേ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോയിഡ് ടൂൾസ് നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു എക്സ്ട്രൂഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. നമ്മളൊരു എക്സ്ട്രൂഷൻ ഒരു ബോക്സ് കൊടുക്കുകയാണ്. നമ്മളൊരു ബോക്സ് വരച്ചു. ഇത് നമ്മൾ 3D വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഷാഫ്റ്റ്
വോയിഡ് ഷാഫ്റ്റ് നമ്മൾ വരയ്ക്കുകയാണ്. അത് നമ്മൾ ഈ റെഫറൻസ് ലെവലെടുത്ത് നമ്മൾ വോയിഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ക്രിയേറ്റിൽ നമ്മൾ വോയിഡ് ഇതിനകത്ത് എല്ലാ ആ ടൂൾസ് തന്നെയുണ്ട്, പക്ഷേ എല്ലാം വോയിഡാണ്. ഈ വോയിഡ് എക്സ്ട്രൂഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ഷാഫ്റ്റ് വരയ്ക്കുകയാണ്. ഓക്കെ അടിച്ച് ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നമ്മുടെ ഇന്ന് കട്ട് ചെയ്ത് പോയി. കേട്ടാ, നമുക്ക് മൊത്തം വേണ്ട എന്ന് കരുതാം. അതിൻ്റെ അടിവശം വരെ കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിവശം വരെ കട്ട് ചെയ്യണ്ടാവില്ല. ഇനി അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ആ എക്സ്ട്രൂഷൻ വോയിഡില്ല. ഇനി നമുക്ക് വേറൊരു ഷാഫ്റ്റ് നമുക്കതിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റിൽ നമ്മൾ സെയിം ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു എക്സ്ട്രൂഷൻ തന്നെ കൊടുക്കുകയാണ്. ഒരു എക്സ്ട്രൂഷൻ നമ്മളൊരു ഷാഫ്റ്റ് നമ്മളിവിടെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ അടിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഷേപ്പ് നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് സോളിഡ് നടക്കുന്നുണ്ടാവും. ഈ സോളിഡിനെ മാറ്റിയിട്ട് നമുക്ക് വോയിഡ് ആക്കാം. അവിടെ ഇപ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്ത് പോയിട്ടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കട്ട് ജോമെട്രി ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്ത് പോയി. വീണ്ടും നമുക്ക് ഇതിനെ അത് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ വീണ്ടും കൊടുത്തതിന് ശേഷം നമുക്ക് അൺകട്ട് ജോമെട്രി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ കട്ടായിട്ടില്ല. അങ്ങനെ പോകുമ്പോൾ നമുക്ക് 2-3 ഒബ്ജക്റ്റ് നമ്മൾ താഴെയൊക്കെ ഇടുന്നെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിന് നമുക്ക് കട്ട് ചെയ്യാതെ ഒരു ഒബ്ജക്റ്റിനെ മാത്രം നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുപോകാനും നമുക്കത് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ ലെസൺ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ വോയിഡ് കൊടുത്ത ഞാൻ കൂടുതലും എക്സ്ട്രൂഷനാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രൂഷൻ കൊടുത്തിരിക്കുന്നത്. ബാക്കിയത്തിൻ്റെയൊക്കെ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ വോയിഡും നമുക്ക് എല്ലാ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.